ആ, നീയായിരുന്നോ? ഇന്ന് സ്കൂളിൽ പോയില്ലടാ? ഇല്ല, പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണണം തോന്നി ഇങ്ങോട്ട് പോന്നു. വാ. പ്രസാദ് എവിടെ മേ? മുകളിലാ. ആരോ കാണാൻ വന്നിട്ടുണ്ട്. സുമിത്രേച്ചി പുതിയ വിവാഹത്തിന് തയ്യാറാവുന്നു. സുമിത്രയുടെ ഒരു പഴയ സുഹൃത്താണ് വരൻ. ആളെ തനിക്കും അറിയാം, ദിലീപ്. സാർ, ഈ കേട്ടത് സത്യ. വിവാഹമോചനം ഓർഡർ ആവേണ്ട താമസം മാത്രം. ഇല്ല സാർ, ഞാൻ അതിന് സമ്മതിക്കില്ല. ഒരുപാട് നെറുകേട് ഞാൻ സാറിനോട് കാണിച്ചിട്ടുണ്ട്. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. സുമിത്രേച്ചി സാറിൻ്റെ ഭാര്യയാ. ഒരു കോടതിയും നിങ്ങളെ തമ്മിൽ വേർപെടുത്താൻ പാടില്ല. ഒരു ദിലീപും നിങ്ങൾക്കിടയിലേക്ക് കടന്നു വരാൻ പാടില്ല. സുമിത്രേച്ചിയെ ഞാൻ സാറിൻ്റെ കൈകളിലെത്തിക്കാം. ഓഹോ, നീ ഇപ്പൊ രക്ഷകന്റെ വേഷത്തിൽ വന്നിരിക്കുക അല്ലേ? രമേശേട്ടാ, ഞാൻ രമേശേട്ടനോ? ആരടാ നിന്റെ രമേശേട്ടൻ? അന്നൊരിക്കൽ രണ്ട് പൊട്ടിച്ചു നിന്നെ ഓടിച്ചാലടാ, പിന്നെ വന്നിരിക്കുന്നു റാസ്കൽ. ഇറങ്ങടാ വെളി. രമേശേട്ടാ വേണ്ട. നീ മിണ്ടരുത്. ഇവനെ ഞാൻ ഇറങ്ങി പോടാ നായേ. രമേശേട്ടാ ഞാൻ പറയട്ടെ, എന്തായി കാണിക്കുന്നത്? രമേശേട്ടാ ഇറങ്ങടാ, ഇറങ്ങി പോടാ. രമേശേട്ടാ എന്തായി കാണിക്കുന്നത്? ഒന്നും പറയണ്ട, കിടക്ക് വെളി. ഏട്ടാ ഞാൻ പറയട്ടെ. അമ്മ പോടാ വെളി. രമേശേട്ടാ ഞാൻ പറയട്ടെ. മേലി പടി ചവിട്ടിയാൽ. രമേശ, എന്താ ഇത്? എന്തിനായാലും ഇറക്കി വിട്ടത്? തല്ലി കാലൊടിക്കായിരുന്നു വേണ്ടത്. അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായോ? വിശാൽ, പ്രസാദിനെ പറ്റിച്ചു നശിപ്പിച്ചവൻ. അതിവനാണോ? ആളറിയാതെയാണല്ലോ ഞാൻ അവനെ മുകളിലോട്ട് വിട്ടത്. തെറ്റായി പോയി രമേശേട്ടാ, അത് ചെയ്യരുതായിരുന്നു. നല്ല ഉദ്ദേശത്തോടെ വിശാൽ വന്നത്. ഓ അറിയാം, ഇത്ര അനുഭവം ഉണ്ടായിട്ടും നീ പഠിച്ചില്ലേ? പക്ഷെ ഞാൻ പഠിച്ചു. ആട്ടും തോലിട്ട ചെന്നായാണവൻ, റാസ്കൽ. ആ അണ്ണനോ? ഞാൻ ഒരല്പം കഴിച്ചു. സോറി. കുറേ നാളുകൾക്ക് ശേഷം മദ്യപിച്ചത്. ഒഴിവാക്കാൻ പരമാവധി നോക്കിയതാ, പക്ഷെ കഴിഞ്ഞില്ല അണ്ണാ. അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു. എന്തു പറ്റി വിഷമിക്കാൻ? ഒരിക്കൽ കത്തി വേഷം കെട്ടിയവന് ആ വേഷത്തിൽ നിന്ന് മോചനമില്ല അണ്ണാ. വിശാല ദുഷ്ടനായിരുന്നു, ചെറ്റായിരുന്നു. പക്ഷേ അതിന് ദൈവം ഇത്രയും വലിയൊരു ശിക്ഷയായിരുന്നു വിചാരിച്ചില്ല. അണ്ണൻ പറഞ്ഞ ശരിയാ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് ബാന്ധിച്ച് ഞാൻ ഒരുപാട് രസിച്ചു. കുറേ ടെലിഫോൺ കോളുകളിലൂടെ ഒരുപാട് വിഷം പരത്തി. ഒരു കുടുംബജീവിതത്തിൻ്റെ താഴ്വേര് എന്നെ അർത്ഥമാറ്റി. അണിയറയിലിരുന്ന് ആ ഒടുക്കലത്തെ പെർഫോമൻസ് കണ്ട് രസിക്കുമ്പോൾ ആ പാവങ്ങളുടെ ജീവിതം കൊണ്ടാ കളിക്കുന്നതെന്ന് ഞാൻ ഓർത്തില്ല മണിയണ്ണ. വിശാലേ, എന്ത് പറ്റിയടാ? ഇനി എന്തു പറ്റാനാണ്? ഞാൻ പറഞ്ഞില്ലേ, പഴയ സൽപ്രവർത്തികൾക്ക് ദൈവം മറുപടി തരിക. എന്റെ നെഞ്ച് നീറുക മണിയണ്ണ. നീ പ്രസാദ് സാറിനെ പോയി കണ്ടോ? ആ കണ്ടു. നഴ്സിംഗ് ഹോമിൽ ചെന്നപ്പോൾ അവിടുന്ന് പോയെന്നറിഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്നു.
പേടിച്ചാ ചെന്നത്. പക്ഷെ ആ പ്രതികരണം അതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു മണിയണ്ണ. എന്നോടൊന്ന് കയർത്ത് സംസാരിച്ചില്ല, ഒരു തരി പോലും വെറുപ്പ് കാണിച്ചില്ല. മാനസിക രോഗ ആശുപത്രി ആയിരുന്നു എന്ന് ഒരു സാധാരണ കാര്യം പോലെ എന്നോട് പറഞ്ഞു. പിന്നെ സുമിത്രേച്ചിയായിട്ടുള്ള ബന്ധം പിരിയാൻ പോകണമെന്ന്. ഈശ്വര, ഞാൻ മരവിച്ചിരുന്നു പോയി മണിയണ്ണ. സത്യമാണോ നീ പറയുന്നത്? സത്യം. അത് മാത്രല്ല, സുമിത്രേച്ചി വേറെ വിവാഹത്തിന് തീരുമാനിച്ചു കഴിഞ്ഞു അത്രേ. പ്രസാദ് സാറിനെ വിട്ട് അവര് ദിലീപിനെ വിവാഹം ചെയ്യാൻ പോകുന്നു. ഈശ്വര, കാര്യങ്ങൾ വഷളായി അവിടം വരെ എത്തിയോ? വിശാലേ, നിനക്ക് തൃപ്തിയായില്ലേ? നിന്റെ ദൗത്യം കംപ്ലീറ്റ് ആയില്ലേ? ഇനി എവിടെ കൊണ്ട് കളയൂടാ ഈ പാവമൊക്കെ? പണിയണ്ണ, എന്നെ ഒറ്റപ്പെടുത്തല്ലേ. തനിച്ച് ഈ ഭാരമൊക്കെ കൂടി എനിക്ക് താങ്ങാനാവില്ല. തനിച്ചല്ലേ നീ ഇത് അത്രയും ചെയ്തു കൂട്ടിയത്? 2 ജീവിതങ്ങൾ തകർത്തു കഴിഞ്ഞപ്പോ സുഖമായല്ലോ. ഇല്ല മണിയണ്ണ, അവര് തമ്മിൽ പിരിയാൻ പാടില്ല. പ്രസാദ് സാറും സുമിത്രേച്ചിയും അവരൊന്നിച്ച് തന്നെ ജീവിക്കണം. എടാ, 2 ഔൺസ് മദ്യത്തിന്റെ കിക്കിൽ ആർക്കും പറയാം ഇത്തരം ഡ്രാമ ഡയലോഗ്. നോ, ആ ഡൈവോഴ്സ് നടക്കാൻ പാടില്ല. എങ്കിൽ കുറ്റബോധം കള്ളിമുക്കി ഇങ്ങനെ മുറിക്കാതിരിക്കല്ല വേണ്ടത്. നീ തകർത്ത കുടുംബത്തെ നീ തന്നെ കൂട്ടിയോജിപ്പിക്കണം. നിനക്കതിന് കഴിയണം. മനസ്സിലായോ? മനസ്സിലായി. ഞാനത് ചെയ്യും. അപ്സ് ആൻഡ് ഡൗൺസ് ഏത് കമ്പനിക്കും ഏത് ബിസിനസ്സിനും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഉയർച്ചയില്ല, വളർച്ച ഡൗൺവേർഡ്സ് ആണ്. ഇങ്ങനെ പോയാൽ ഒരു വലിയ ട്രാജഡിയിലാവും ഇതിൻ്റെ എൻഡ്. റാംമോഹൻ ഇന്നലെ ലീവായിരുന്നു അല്ലേ? അതെ സർ. ഈ മാസം ഇത് എത്രാമത്തെ ലീവാണ്? അത് വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട്. എന്താ അസുഖം? പിന്നെ ജോണ്ടിസ്. ജോണ്ടിസ് ആണെങ്കിലേ ജോണ്ടിസ് എന്ന് പറയാവൂ റാം. അതുകൊണ്ടാ ജോണ്ടിസ് ആണെന്ന് പറഞ്ഞത് സ്വാമി. ഹൈവേ ബ്രിഡ്ജിന്റെ പണി എന്തായി? പുരോഗമിക്കുന്നു സർ. വെറുതെ പുരോഗമിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് പ്രകാരം തീരുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീരും സർ. തീർച്ചയാണോ? തീർച്ചയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയില്ല അല്ലേ? എങ്കിൽ ഞാൻ പറയാം, എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള സംഖ്യയ്ക്ക് ആ ബ്രിഡ്ജ് തീരില്ല. ഉദ്ഘാടന തീയതി വരെ കുറിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ഹാഫ് വേ പോലും ആയിട്ടില്ല. ഇതാ നോക്ക്, പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ആൾക്കാർ ശബ്ദമുയർത്തി തുടങ്ങിയിരിക്കുന്നു. പാലം തീരാത്തത് കൊണ്ട് ഗതാഗതക്കുരുക്ക് ഗുരുതരമായിരിക്കുന്നു. ഇതിനെന്ത് സമാധാനം പറയാനുണ്ട് റാമിന്? കമ്പനിയുടെ ഇക്കൊല്ലത്തെ പ്രസ്റ്റീജ് പ്രോജക്റ്റാണ്. ഇതിനെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ കമ്പനിക്കുണ്ടാകുന്ന ചീത്തപ്പേര് കുറച്ചൊന്നും ആവില്ല. അറിയില്ല റാമിന്? ഐ നോ സർ. ഐ നോ എന്ന് പറഞ്ഞതുകൊണ്ട് പരിഹാരമാവില്ല റാം. എനിക്ക് മാത്രമല്ലല്ലോ സ്വാമി റെസ്പോൺസിബിലിറ്റി. പിന്നെ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? സിമന്റ് ചുമക്കുന്ന വർക്കേഴ്സിനോ? ഒരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ബന്ധപ്പെട്ട എഞ്ചിനീയർ എപ്പോഴും വർക്ക് സൈറ്റിൽ ഉണ്ടാവണം. റാംമോഹൻ എത്ര ദിവസം സൈറ്റിൽ പോയിട്ടുണ്ട്? മിക്കവാറും എല്ലാ ദിവസവും ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അഥവാ ഒന്ന് മാറണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെന്റ്? റാം നോക്കേണ്ട ജോലി റാം തന്നെയാണ് നോക്കേണ്ടത്, അല്ലാതെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടുകയല്ല വേണ്ടത്. ഭാര്യയ്ക്ക് ജോണ്ടിസ് വന്നത് എൻ്റെ തെറ്റാണോ സർ? ഇനിയും ആ നുണ റിപ്പീറ്റ് ചെയ്യരുത് റാം. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങളും ഭാര്യയും ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടവരാണ് ഞങ്ങൾ. അത് ശരിയാണ്. ഡോക്ടറെ കണ്ടിട്ട് വരും വഴി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. ജോണ്ടിസ് ആണെന്ന് വെച്ച് കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ സർ? റാം നന്നായി ആർഗ്യൂ ചെയ്യാൻ പഠിച്ചിരിക്കുന്നല്ലോ. പക്ഷേ സത്യം വേറൊന്നല്ലേ? റാമിനിപ്പോൾ മുമ്പത്തെ പോലെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. യു ഹാവ് സം അതർ എൻഗേജ്മെന്റ്സ്, ശരിയല്ലേ? അല്ല സർ, ശരിയല്ല. എനിക്ക് കമ്പനിക്കാര്യമല്ലാതെ വേറെ ഒരു എൻഗേജ്മെന്റും ഇല്ല. എങ്കിൽ പാലം പണിക്ക് കൊണ്ടുവന്ന സിമെന്റിന്റെ സ്റ്റോക്കിൽ എങ്ങനെ കാര്യമായ ചോർച്ച വന്നു? അക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
കുറ്റവാളിയെ ഉടൻ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്. ശ്രമമൊക്കെ കൊള്ളാം, പക്ഷേ അതിൽ നീതി ഉണ്ടായിരിക്കണം. തീർച്ചയായും സാർ. എന്നാ ഞാനങ്ങോട്ട്. ഉം. ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സർ. ബി കെയർഫുൾ. ഉം. ലുക്ക് ഹിയർ, നിങ്ങൾ കാട്ടുന്ന അനാസ്ഥയ്ക്ക് ചീത്ത കേൾക്കേണ്ടി വരുന്ന ഞാനാണ്. ഹൈവേ ബ്രിഡ്ജിന്റെ വർക്സിൽ മാക്സിമം അന്വേഷണം കൊടുക്കണമെന്ന് ഗോവനോട് ഞാൻ പല ആവർത്തി പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ എന്തുണ്ടായി സാർ? എന്തുണ്ടായെന്നോ? തന്റെ അശ്രദ്ധയ്ക്ക് MD-യുടെ ഒക്കെ ഫയറിംഗ് ഞാൻ കേൾക്കണോ? ഇറ്റ് കനോട്ട് ബി ടോളറേറ്റഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഓ, അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് വർക്ക് പൂർത്തിയാകാത്തത്. അതിപ്പോ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ? സാർ കൂടി സഹകരിക്കണം. ഇതൊരു കളക്റ്റീവ് ആക്ടിവിറ്റി ആണെന്നല്ലേ സാർ ആദ്യം ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് സാറിനെ സൈറ്റിലേക്ക് എങ്ങും കാണാനേ ഇല്ലല്ലോ. ഓ, എന്റെ വാചകത്തിൽ പിടിച്ച് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണല്ലേ? ഗുഡ്. പക്ഷേ അത് വേണ്ട കേട്ടോ. ഇവിടുന്ന് ക്ലീനായി പുറത്തുപോയ 3 മഹാന്മാരുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ, അത് മറക്കണ്ട. സാറെന്താ ഇങ്ങനെയൊക്കെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത്? വാങ്ങുന്ന ശമ്പളത്തോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. സാറിനെ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരാ ഞങ്ങൾ. പിന്നെന്തിനാ സംസാരത്തിൽ അടിമകളോട് പറയുന്നൊരു ടോൺ? ഞങ്ങളുടെ വർക്ക് ഇന്ന് വരെ സൈറ്റിൽ വന്ന് സാറ് പരിശോധിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും ഇങ്ങനെ വന്ന് അന്ത്യശാസനം തരുന്നതല്ലാതെ. നിങ്ങളുടെ ചീഫാണ് ഞാൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി CR എഴുതാൻ അധികാരമുണ്ടെന്നർത്ഥം. CR എന്ന് വെച്ചാൽ എന്താണെന്ന് എഞ്ചിനീയർമാർക്ക് അറിയാമല്ലോ, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. അതുകൊണ്ട് ചീഫിന്റെ കുറ്റം കണ്ടുപിടിക്കാനല്ല, ആത്മാർത്ഥമായി ജോലി ചെയ്യാനാണ് മിടുക്ക് കാണിക്കേണ്ടത്. മനസ്സിലായോ? പാലം പണിക്കുള്ള സിമന്റിന്റെ സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്നും ആര് ചോർത്തിയെന്നും ഒക്കെ ഉടൻ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ 2 ആളും ഏറ്റെടുക്കേണ്ടി വരും. ഞങ്ങളോ? എന്തിന്? നോ ക്വസ്റ്റ്യൻസ്. അത് തന്നെയാ സംഭവിക്കുക. അയാൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോയത്? ഇതാകെ കുഴയുമല്ലോ. ഒരു കുഴച്ചിലുമില്ല. നമ്മൾ അന്വേഷിക്കും. കുറ്റവാളിയെ കൈയോടെ പിടികൂടി MD-യുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ബട്ട് വി മസ്റ്റ് ബി കെയർഫുൾ. പഴയ എഞ്ചിനീയേഴ്സിന്റെ അനുഭവം നമുക്കുണ്ടാകരുത്. പ്രതിയെ നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ പിടികൂടണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. അതുണ്ടാക്കിയാണ് ഇനി നമ്മുടെ ജോലി. ഉടനെ അത് ചെയ്യണം. ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്നുള്ള അയാളുടെ ധാരണയുണ്ടല്ലോ, അത് നമുക്കൊന്ന് തിരുത്തണം. ഗോപ, വാ. നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ നാരായണൻകുട്ടി, എന്തോ 2-3 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാർ. പിടിക്കടോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ